തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയുമായി പോലീസ് സംഘം ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും. ട്രെയിൻ മാർഗമായിരിക്കും കുട്ടിയുമായി കഴക്കൂട്ടം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘം കേരളത്തിലേക്ക് പുറപ്പെടുന്നത്. കാണാതായി 37 മണിക്കൂറിന് ശേഷം വിശാഖപട്ടണത്ത് നിന്നാണ് 13-കാരിയെ കണ്ടെത്തിയത്. വിവരങ്ങളുമായി വിശാഖപട്ടണത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട്. പ്രജിത്ത്, എപ്പോഴായിരിക്കും സംഘം പുറപ്പെടുക? ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചോ? കഴിഞ്ഞ ദിവസമാണ് പോലീസ് സംഘം കഴക്കൂട്ടം സ്റ്റേഷനിൽ നിന്നുള്ള 2 വനിതാ പോലീസുകാർ ഉൾപ്പെടുത്തുന്ന 4-അംഗ സംഘം വിശാഖപട്ടണത്തെത്തിയത്. അവർ കഴിഞ്ഞ ദിവസം തന്നെ പെൺകുട്ടിയെ നേരിൽ കണ്ടിരുന്നു. കണ്ടതിന് ശേഷം പെൺകുട്ടിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ തങ്ങൾക്കൊപ്പം, അതായത് പോലീസ് സംഘത്തിനൊപ്പം കേരളത്തിലേക്ക് മടങ്ങാൻ പെൺകുട്ടി തയ്യാറാണ് എന്നുള്ളതാണ് അവർക്ക് കുട്ടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. അതിനുള്ള പേപ്പർ വർക്കെല്ലാം പൂർത്തിയാക്കി. ഇന്ന് ട്രെയിൻ ലഭ്യമാകുന്നതനുസരിച്ച് കുട്ടിയുമായി ഇവിടെ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാനുള്ളതായിരുന്നു തീരുമാനം. ഇന്ന് രാവിലെയോടെ തന്നെ, അതായത് 9 മണിയോടെ തന്നെ സംഘം CWSലെത്തി കുട്ടിയെ ഏറ്റെടുക്കും. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇവിടെ നിന്നൊരു ലോക്കൽ ട്രെയിൻ പിടിച്ച വിജയവാഡയിൽ നിന്ന് കേരള എക്സ്പ്രസ് വഴിയായിരിക്കും ഈ പോലീസ് സംഘം കഴക്കൂട്ടത്തേക്ക് ഈ പെൺകുട്ടിയുമായി പോകുക. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം പെൺകുട്ടിയെ CWCക്ക് കൈമാറും. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും ഈ പെൺകുട്ടിയെ ആർക്ക് കൈമാറണം എന്നുള്ളൊരു തീരുമാനമെടുക്കുക. കാരണം പെൺകുട്ടി നേരത്തെ തന്നെ വീട്ടുകാരോടൊപ്പം പോകാനുള്ളൊരു വിമുഖത അറിയിച്ചിരുന്നു. അസമിലെ മുത്തശ്ശി അടുത്തേക്ക് പോകണമെന്നുള്ളതാണ് കുട്ടി പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് കുട്ടിയുമായി സംഘം ഇവിടെ നിന്ന് യാത്ര തിരിക്കും. അതിനുശേഷമായിരിക്കും കേരളത്തിലെത്തിയ ശേഷമായിരിക്കും ബാക്കി അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകുക. കഴിഞ്ഞ ദിവസം തന്നെ വിശാഖപട്ടണത്തുള്ള CWC സെൻറ്ററിൽ ഇവിടുത്തെ മലയാളി സംഘടനകളുടെ പ്രവർത്തകരുമായി ഈ സംഘം, പോലീസ് സംഘം എത്തിയിരുന്നു. അവിടുത്തെ പേപ്പർ വർക്കെല്ലാം പൂർണ്ണമായും പൂർത്തിയാക്കി ഇന്ന് കുട്ടിയുമായി കേരളത്തിലേക്ക് മടങ്ങും. ദൃശ്യം.